Hare Krishna, Hare Krishna, Krishna. Om Namo Bhagavate Vasudevaya Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutiraye. He Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye. Jai Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadara Srivasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഏകാദശി ആശംസകൾ. ഏകാദശി ദിവസം ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി നാമജപം ചെയ്യുന്നത് വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കലികാലത്തില് മറ്റ് ഏത് കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. യജ്ഞങ്ങള്, ഹോമം, പൂജാതി കർമ്മങ്ങൾ, തപസ്യ, ദാനം, ഇതിനൊക്കെ പ്രസക്തി കുറവാണ്. നാമജപത്തിനാണ് കലികാലത്തിൽ പ്രാധാന്യം കൂടുതൽ. കാരണം മറ്റുള്ള കർമ്മങ്ങൾ ഒന്നും തന്നെ ഒരു വ്യക്തിക്ക് കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ചെയ്താലും അത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ പ്രീതിപ്പെടുന്ന രീതിയിലാവണം എന്നുമില്ല. ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ഒരു കഥ. കൃഷ്ണനും കൂട്ടുകാരും എല്ലാം മഥുരാപുരിയിൽ ചെന്നപ്പോ അവിടെ ബ്രാഹ്മണരെല്ലാം വലിയ ഒരു യാഗം നടത്തുകയാണ്, പൂജ നടത്തുകയാണ്. അപ്പൊ അതിൽ സമർപ്പിക്കാൻ വേണ്ടി മധുരപലഹാരങ്ങളും പഴങ്ങളും നല്ല സ്വാദുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവര് സജ്ജമാക്കി വെച്ചിട്ടുണ്ട് നിവേദിക്കാനായി. ഇത് കണ്ട ഉടനെ കൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാര് ഗോപന്മാർക്കെല്ലാം കൊതിയായി അത് കഴിക്കണം എന്ന്. അപ്പൊ അവരെല്ലാം ചെന്ന് ആ ബ്രാഹ്മണരെടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം പഴം തരോ, ഞങ്ങൾക്ക് അല്പം ഈ മധുരപലഹാരങ്ങൾ തരോ എന്ന് ചോദിച്ചപ്പോ ആ ബ്രാഹ്മണർ ഇവരെ എല്ലാം ഓട്ടിച്ചു വിട്ടു. ഇത് ഭഗവാന്, ഇത് പൂജയ്ക്ക് വേണ്ടിയുള്ളതാ, സമർപ്പിക്കാൻ വേണ്ടിയുള്ളതാ, ഇത് കളിയല്ല, എല്ലാരും പോകൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അവരെ ഓട്ടിച്ചു. എല്ലാ പൂജകളുടെയും കർമ്മഫലം, എല്ലാത്തിൻ്റെയും അന്തിമ ഫലം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ആ ബ്രാഹ്മണർ അത് മറന്നു. അതേ ഭഗവാൻ സാക്ഷാൽ നേരിട്ട് വന്ന് ചോദിച്ചപ്പോ അതവര് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ ഉടനെ ഭഗവാൻ പറഞ്ഞു, കൂട്ടുകാരുടെ അടുത്ത് വിഷമിക്കണ്ട, നമ്മൾ ഇവരെ പത്നിമാരെടുത്ത് ചെന്ന് ചോദിക്കാം. അങ്ങനെ ബ്രാഹ്മണ പത്നിമാരെടുത്ത് ചെന്ന് ചോദിച്ചപ്പോ അവർക്കെല്ലാം ഒരു അമ്മയുടെ സ്ഥാനം, വാത്സല്യം. കൃഷ്ണനെയും ബലരാമനെയും ഗോപന്മാരെയൊക്കെ കണ്ടപ്പോ കൈ നിറയെ പഴങ്ങളും മധുരപലഹാരങ്ങളും, ഇനിയും കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. എപ്പോഴും ഒരു അമ്മയുടെ ഹൃദയം അങ്ങനെ തന്നെയാണ്. അതായത് മക്കൾക്കെല്ലാം ഇങ്ങനെ വിളമ്പിക്കൊടുത്തോണ്ടേയിരിക്കും, കഴിക്കാനായി പ്രോത്സാഹിപ്പിക്കും. അതേ മറ്റുള്ളവരാണെങ്കിൽ മതിയോ, ഇനിയും വേണോ,
എന്ന് ചോദിച്ചു തുടങ്ങും. അപ്പൊ ഈ ബ്രാഹ്മണ പത്നിമാരെല്ലാം ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാർക്കും ഇഷ്ടം പോലെ കൊടുത്തു. അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ബ്രാഹ്മണർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഈ സ്ത്രീകൾ പറയാ, ഇന്ന് കൃഷ്ണൻ വന്നിരുന്നു, ബലരാമൻ വന്നിരുന്നു, ഭഗവാനെ കാണാൻ ഇത്രയും സൗന്ദര്യമുണ്ടായി, ഈ നിറത്തിലാ വസ്ത്രം ധരിച്ചത്, ചെവിയിൽ ഇതുണ്ടായിരുന്നു, കഴുത്തിൽ ഇതുണ്ടായിരുന്നു. 1000 നാവ് ഉള്ളതുപോലെ അവര് സംഭാഷണം തുടങ്ങി. അപ്പോഴാ ബ്രാഹ്മണർ ആലോചിച്ചത്, ഇത്രയും വലിയ യജ്ഞഹോമാദികൾ പൂജകൾ ചെയ്തിട്ട് നമുക്കതിന്റെ ഫലം കിട്ടിയില്ല. നേരിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് ഇവർക്ക് ആ ഫലം കിട്ടി. അതുകൊണ്ട് ഈ യജ്ഞഹോമാദികൾ ഒന്നും വേണ്ട, വേദജ്ഞാനമൊന്നും വേണ്ട, മന്ത്രങ്ങളും തന്ത്രങ്ങളും ഇതൊന്നും വേണ്ട എന്ന് ബ്രാഹ്മണർ സ്വയം ശപിച്ചു. ഇതെല്ലാമാണ് നമ്മളെ കൃഷ്ണനെ മനസ്സിലാക്കുന്നതിലിരുന്ന് നമ്മളെ അകറ്റിയത്, പിരിച്ചത്. അതുകൊണ്ട് മന്ത്രഹോമാദികൾ വേണ്ട, പൂജാകർമ്മങ്ങൾ വേണ്ട, വേദജ്ഞാനം വേണ്ട, ഒന്നും വേണ്ട. ഭഗവാനും ഭഗവാന്റെ നാമം മാത്രം മതി എന്ന് ആ ബ്രാഹ്മണരെല്ലാം അന്ന് അവരെ ശപിക്കുകയും ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ടല്ലാതെ സാധാരണ ഭക്തനായി ജനിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോ ഐതിഹ്യം പറയുന്നു, ആ ബ്രാഹ്മണരാണ് കലികാലത്തില് പണ്ഡരീപുരത്ത്, മഹാരാഷ്ട്രയിലുണ്ട് വിട്ടല, പണ്ഡരീപുരത്ത് തയ്യൽക്കാരന്മാരായിട്ടും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ടും കൃഷിക്കാരായിട്ടും പൂമാല കെട്ടുന്നവരായിട്ടും സാധാരണ കുടുംബങ്ങളിൽ അവർ ജനിച്ചു. ഇവരെല്ലാം പണ്ഡരീപുരത്തിൽ ജനിച്ച് 24 മണിക്കൂറും ഭഗവാന്റെ നാമം മാത്രം ജപിക്കുമായിരുന്നു. അങ്ങനെ ഒരാളാണ് ഒരു 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 കെട്ടിടപ്പണിക്കൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു ചൊക്ക എന്ന് പറയുന്ന ഒരു ഭക്തൻ. മഹാഭക്തനാ, 24 മണിക്കൂറും ഭഗവത് നാമം മാത്രം ജപിച്ചുകൊണ്ട് അതിൽ രുചി അനുഭവിക്കുന്ന ഒരാളാണ്. നമ്മളും നാമം ജപം ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളിൽ എത്ര പേർക്കാണ് ആ രുചി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ ഈ ചൊക്ക 24 മണിക്കൂറും ഭഗവാന്റെ നാമം ജപിച്ച് കെട്ടിടപ്പണിക്കെല്ലാം പോയി, കൂലിപ്പണിക്കൊക്കെ പോയി വലിയ സന്തോഷത്തിൽ കഴിയുക. അപ്പോ ഒരു തവണയെങ്കിലും പണ്ഡരീപുരത്ത് ചെന്ന് പാണ്ഡുരംഗ ദർശനം നടത്തണം എന്ന് പുള്ളിക്ക് ആഗ്രഹം. പക്ഷെ താഴ്ന്ന കുലത്തിൽ ജനിച്ചത് കൊണ്ട് അന്ന് കാലഘട്ടത്ത് അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്ത് വിടില്ല. അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനമില്ല എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഭഗവാൻ എല്ലാവർക്കും സമനാണ്, എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് ചെല്ലാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സ്വഭാവമാണ്, എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്. അപ്പോ ഇദ്ദേഹം ചെന്ന് എന്നും ചോദിക്കും, ഞാൻ ഒരു തവണ അമ്പലത്തിൽ കയറിയിട്ട് കൃഷ്ണനെ കണ്ടോട്ടെ. നാട്ടുകാരും ബ്രാഹ്മണരും പറയും, നീ കയറാൻ പാടില്ല, നീ കയറിക്കഴിഞ്ഞാൽ അശുദ്ധിയാണ്. അങ്ങനെ എല്ലാവരിടത്തും യാചിച്ച് അവസാനം ഒരു ബ്രാഹ്മണന് സങ്കടം തോന്നി, പൂജാരിക്ക് സങ്കടം തോന്നി. പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, നീ അമ്പലത്തിനകത്ത് കയറാൻ സാധിക്കില്ല നിനക്ക്, പക്ഷേ വൈകുന്നേരം ഞങ്ങൾ ക്ഷേത്രം അടച്ചിട്ട് പോയതിന് ശേഷം ക്ഷേത്രമുറ്റമെല്ലാം നീ തൂത്ത് വൃത്തിയാക്കുക, അടിച്ചുവാരി എല്ലാം വൃത്തിയാക്കുക. കാരണം ഭഗവാനെ സേവനത്തിൽ കൂടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ നല്ല മനോഹരമായി സേവനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ദർശനം തരും. പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കൃഷ്ണനെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കരുത്, ചെവി കൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ചെവി കൊണ്ട് എങ്ങനെയാ കാണുക? നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഇത് മനസ്സിൽ പതിയും. ചെവി കൊണ്ട് വേണം കേൾക്കാൻ. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചാരമന്തി ച. സദാസമയവും ഭഗവത് കഥകൾ കേൾക്കുന്ന കൊണ്ട് ആ ഭക്തന് വലിയ സന്തോഷം, ആനന്ദം.
ആ ഒരു ഭക്തൻ ഏത് ദിശയിൽ നോക്കിയാലും ഭഗവാനെ അദ്ദേഹത്തിന് കാണുകയുള്ളൂ. അപ്പൊ ഭഗവത് സേവന അവസരം കിട്ടിയത് കൊണ്ട് വലിയ സന്തോഷമായി. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ചില ഭക്തർ മടി കാണിക്കും. സേവനം വരുമ്പോൾ അതിലിരുന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. സേവനം എന്ന് പറയുന്നത് തന്നെ ഭഗവത് ദർശനമാണ്. ഭഗവാനെ കാണാൻ ഒരു അവസരമാണ്. പലതരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ചെയ്യാം. പൂമാലകൾ കെട്ടാം, ഭഗവാന്റെ ഗീതയും ഭാഗവതം വായിക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, ക്ഷേത്രത്തിൽ പോയി ദർശനമെടുക്കാം, ക്ഷേത്രം വൃത്തിയാക്കാം. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയിലിരുന്ന് അല്പം എടുത്തിട്ട് ക്ഷേത്രത്തിലേക്ക് പാലും നെയ്യും തൈരും മേടിച്ചു കൊടുക്കാം. എല്ലാം സേവനമാണ്. അപ്പൊ ഈ ചൊക്കൻ വലിയ സന്തോഷത്തോടുകൂടെ രാത്രി എല്ലാവരും അമ്പലം അടച്ചിട്ട് പോയതിന് ശേഷം ആ പരിസരമെല്ലാം വൃത്തിയാക്കും. വൃത്തിയാക്കുമ്പോൾ പാട്ടും പാടി ആനന്ദത്തിൽ അവൻ വൃത്തിയാക്കും. ഇങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ആ ക്ഷേത്ര മതിൽ ചുവരിൽ ഒരു വിള്ളലുണ്ടായി, ഒരു പൊട്ടലുണ്ടായി. ആ ചെറിയ ദ്വാരത്തിൽ കൂടെ നല്ല പ്രകാശമായ ഒരു ജ്യോതി കാണുന്നുണ്ടായി. അപ്പൊ ഈ ചൊക്കൻ എന്താ ഇത് ഇതിനകത്തിരുന്ന് വരുന്നത് എന്ന് ആ തുളയിൽ കൂടെ, ദ്വാരത്തിൽ കൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അകത്ത് പാണ്ഡുരംഗൻ നിൽക്കുന്നത് കാണാൻ പറ്റി. ഭഗവാനെ ആദ്യമായി നേരിട്ട് കണ്ടു. കണ്ണുകൾ നിറഞ്ഞു, രോമാഞ്ചമുണ്ടായി, തൊണ്ടയടച്ചു, ശരീരം നടുങ്ങാൻ തുടങ്ങി. ഇത്ര വർഷമായിട്ട് എനിക്ക് കാണാൻ സാധിക്കാത്തത് ഇന്ന് ലഭിച്ചല്ലോ കൃഷ്ണ, പാണ്ഡുരംഗ എന്ന് പറഞ്ഞ് കരച്ചിലും ബഹളവുമായി. അപ്പൊ പാണ്ഡുരംഗൻ ചോദിച്ചു, ചൊക്ക നിനക്ക് സുഖമാണോ? എത്രയോ വർഷങ്ങളായി നിന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, നീ ഇന്നല്ലേ വന്നത്? അപ്പൊ ചൊക്കൻ പറഞ്ഞു, എനിക്ക് എന്നും വരണമെന്ന ആഗ്രഹം, പക്ഷെ ഇവരകത്ത് വിടത്തില്ല. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെ അതെ ശരിയാ, ഈ ബ്രാഹ്മണര് ഭയങ്കര ശല്യമാ. ഇന്ന് എനിക്ക് ഭക്ഷണം തന്നു കഴിക്കാൻ, അതിൽ ഉപ്പും ഇല്ല പുളിയും ഇല്ല എന്നൊക്കെ ഭഗവാൻ പരാതി പറയാൻ തുടങ്ങി. ഉടനെ അത് കേട്ടപ്പോ ചൊക്കന് വലിയ സങ്കടം തോന്നി. ഉപ്പും പുളിയില്ലാതെയാണോ തന്നത് എന്നും പറഞ്ഞിട്ട് ചൊക്കൻ അമ്പലത്തിലിരുന്ന് ഓടി. ചൊക്കന്റെ വീട്ടിലേക്കും ക്ഷേത്രത്തിന്റെയും നടുക്ക് ചന്ദ്രഭാഗ എന്നൊരു നദിയുണ്ട്. നദിയിൽ അർദ്ധരാത്രി ചാടി നീന്തി അപ്പുറത്ത് വീട്ടിൽ ചെന്ന് അല്പം ഉപ്പും എടുത്തുകൊണ്ട് വന്നു. വെള്ളത്തിൽ നദിയിൽ കൂടെ വന്നാൽ ഉപ്പ് അലിഞ്ഞു പോകും, വെള്ളം തട്ടി. അതുകൊണ്ട് തലയ്ക്ക് മീതെ ഒരു കയ്യിൽ ഉപ്പും തൂക്കി പിടിച്ചുകൊണ്ട് നീന്തി, ആ ഒറ്റ കയ്യിൽ നീന്തി ആ ചൊക്കൻ ഇപ്പുറത്ത് വന്നു. ഭഗവാന്റെ അടുത്ത് കൊടുത്തു. എങ്ങനെ കൊടുത്തു? ആ തുളയിൽ, ആ മതിലുണ്ടായിരുന്ന ദ്വാരത്തിൽ കൂടെ ഉപ്പ് നീക്കിയിട്ടു അകത്ത്. ഭഗവാൻ പറഞ്ഞു, ചൊക്ക വളരെ നന്ദി, നാളെ വരുമ്പോ കുറച്ച് മുളകും കൂടെ കൊണ്ടുപോവാ. അങ്ങനെ ദിവസവും ചൊക്കന് വലിയ സന്തോഷമായി. ആ വിള്ളലിൽ കൂടെ ഭഗവാന്റെ അടുത്ത് സംഭാഷണം. ദിവസം രാവിലെ പൂജാരിമാർ ക്ഷേത്രം തുറക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് ഒരു ദിവസം പച്ചമുളക്, ഒരു ദിവസം ഉപ്പ്, ഒരു ദിവസം അരി. അവര് വിചാരിച്ചു, ഇതാരാ ഈ ക്ഷേത്രമൊക്കെ ഇങ്ങനെ അശുദ്ധിയാക്കുന്നത്? അങ്ങനെ ഒരു ദിവസം ഈ ചൊക്കൻ ഈ വിള്ളലിൽ കൂടെ ഭഗവാന്റെ അടുത്ത് സംസാരിച്ച് ആ സംഭാഷണത്തിൽ അലിഞ്ഞു. പുലർച്ചെയായത് ഓർത്തില്ല, അറിഞ്ഞില്ല. രാവിലെ ബ്രാഹ്മണരെല്ലാം പൂജയ്ക്ക് വരുമ്പോ ആ മതിലിന്റെ ഇടയിൽ കൂടെ ഇദ്ദേഹം എന്തെല്ലാമോ സാധനങ്ങൾ അകത്തിടുന്നു. ആഹാ, ഇത്രയും കാലം ഈ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കിയത് ഇവനാണല്ലേ എന്നും പറഞ്ഞു എല്ലാവരും അയാളെ അടിച്ചു. അയാളെ ആ ഗ്രാമത്തിലിരുന്ന് പുറത്താക്കി. ചന്ദ്രഭാഗ നദി കടന്ന് ഇപ്പുറത്ത് വരാൻ പാടില്ല എന്ന് വിലക്ക് കൽപ്പിച്ചു. അതിനുശേഷം ചൊക്കനെ ആരും കണ്ടിട്ടില്ല. വലിയ വിഷമമായി ചൊക്കന്. എനിക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യമെല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഞാൻ മഹാപാപി എന്ന് പറഞ്ഞ് നാമവും ജപിച്ച് നടക്കുക. അപ്പോഴാണ് അന്ന് ആ ഗ്രാമത്തേക്ക് ഒരു മഹാഭക്തനായ നാമദേവർ വരുന്നത്. നാമദേവർ ചോദിച്ചു, എന്താ ഇപ്പൊക്കെ ഇവിടെ ചൊക്കനെ കാണാനില്ല? എപ്പോ വന്നാലും ഇവിടെ പാട്ടും പാടി നടക്കുന്നത് കാണാമല്ലോ. ആ ചൊക്കനെ കാണുമ്പോ തന്നെ മനസ്സിന് വലിയ സന്തോഷമായി. ഇങ്ങനെ ഒരു മഹാഭക്തനെ കാണുന്നത്, എന്താ ഇപ്പോഴൊന്നും ഇവിടെ കാണാത്തത്? ഉടനെ നാട്ടുകാർ നടന്നത് മുഴുവനും വിവരിച്ചു. നാമദേവർ പറഞ്ഞു, നിങ്ങൾ മഹാപാപമാണ് ചെയ്തത്.
ഭഗവാന് വളരെ വേണ്ടപ്പെട്ട ഒരു ഭക്തൻ, സദാസമയവും നാമം രുചിച്ച് ആസ്വദിച്ച് ജപിക്കുന്ന ഒരു ഭക്തൻ, നാവ് കൊണ്ട് ഒരു മനുഷ്യനെ പോലും ജീവിതത്തിൽ കുറ്റം പറയാത്ത ഒരാൾ, ഭഗവത് കീർത്തനമല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയും തന്റെ ശക്തി ഉപയോഗിക്കാത്ത ഒരുത്തനെയാ നിങ്ങൾ അടിച്ച് പാപം ചെയ്തത്. എനിക്ക് ഇപ്പൊ തന്നെ അയാളെ കാണണം എന്ന് പറഞ്ഞ് നാമദേവർ അന്വേഷിച്ചു പോവാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, ഈ ഗ്രാമത്തിലാ, വീട് അവിടെയാ, വീട് ഇവിടെയാ. അങ്ങനെ 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 അന്വേഷിച്ചു പോയപ്പോ ഒരു ഗ്രാമത്തിൽ പറഞ്ഞു, അയ്യോ അതൊരു മഹാദൗർഭാഗ്യം, പാപം എന്ത് ചെയ്യാനാ. അവൻ കെട്ടിടപ്പണി ചെയ്തോണ്ടിരുന്നു, പക്ഷെ എപ്പൊക്കെ പോയാലും നാമജപം മാത്രം. ഭഗവാൻ ഒരു കെട്ടിടപ്പണി ചെയ്യുമ്പോ ഇങ്ങനെ കൃഷ്ണന്റെ നാമവും ചൊല്ലി 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 കെട്ടിടപ്പണിയിലായിരുന്നു. കല്ലുകളെല്ലാം തൂക്കി വെച്ചു, മതിലൊക്കെ പണിയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഭയാനകമായ ഒരു മഴ പെയ്തു. ആ മഴയിൽ കല്ലെല്ലാം ഇടിഞ്ഞ് അയാളുടെ മീതെ വീണ് അയാൾ അവിടെ തന്നെ ചത്തു മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോ നാമദേവർക്ക് വലിയ വിഷമം ഉണ്ടായി. എന്ത് വലിയ പാപമായി ജനങ്ങൾ ചെയ്തത്. നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അദ്ദേഹം മരിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോകണം, കൂട്ടിക്കൊണ്ടു പോകൂ. അപ്പൊ എല്ലാവരും ആ ഭക്തനെ, ആ നാമദേവരെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. അവിടെ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കൂമ്പാരമായി കിടക്കുന്നു. എത്രയോ മാസങ്ങളൊക്കെ ആയി അവിടെ. നാമദേവർ കരഞ്ഞ് അടുത്ത് ചെന്നപ്പോ ആ കല്ലുകളുടെ ഇടയിലിരുന്ന് വിഠല വിഠല ജയ പാണ്ഡുരംഗ വിഠല 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 ജയ പാണ്ഡുരംഗ വിഠല നാമജപം കേൾക്കാമായിരുന്നു കല്ലുകളുടെ ഇടയിൽ. ഉടനെ നാമദേവർ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഈ കല്ലുകളെല്ലാം മാറ്റൂ, ഇളക്കൂ, എന്താ നോക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം കല്ലുകളുടെ ഇടയിൽ പെട്ട് മരിച്ചു. അദ്ദേഹം അസ്ഥി മാത്രമേ ഉള്ളൂ, മാംസമെല്ലാം പുഴുക്കളും ജീവികളും എല്ലാം തിന്നു, വെറും അസ്ഥി മാത്രം. പക്ഷെ ആ അസ്ഥിയിലിരുന്നാണ് ഈ നാമജപം കേൾക്കുന്നത്. ഇംഗ്ലീഷിൽ പറയും, ഹി ഈസ് ഹോണസ്റ്റ് ടു ദ സ്കിൻ ആൻഡ് ബോൺ എന്നൊരു ആ വാക്ക് പറയും. മാംസവും അസ്ഥിയും വരെ അവൻ സത്യവാനാണ് എന്ന് പറയും. അതുപോലത്തെ ഒരു ഭക്തി. അദ്ദേഹത്തിന്റെ അസ്ഥി വരെ നാമജപം ചെയ്യുന്നുണ്ടായിരുന്നു. നാമദേവർ അസ്ഥിയെ മാറോട് കോരി ആലിംഗനം ചെയ്തിട്ട്, ഇദ്ദേഹത്തിനെയാണോ നിങ്ങൾ എല്ലാവരും കൂടെ താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിനെയാണോ നിങ്ങൾ അടിച്ച് നാട് കടത്തിയത്? ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ അസ്ഥിയും കൊണ്ടുപോയി പണ്ഡരീപുരം ക്ഷേത്രത്തിന്റെ നടയിലങ്ങ് സമാധി വെച്ചു. ഇന്നും നമ്മൾ ആ ക്ഷേത്ര നടയിൽ ചെന്നാല് അവിടെ ചൊക്കന്റെ സമാധി കാണാം. ഇനി പാണ്ഡുരംഗനെ ആര് കാണാൻ വന്നാലും ആദ്യം ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് സമാധി വെച്ചു. കലികാലത്തില് യജ്ഞഹോമാദികൾക്ക് ഫലമില്ല, പൂജാതി കർമ്മങ്ങൾക്ക് ഫലമില്ല, വേദപഠനം അതിനൊന്നും പൂർണമായ ഫലമില്ല. നാമജപത്തിനാണ്. കാരണം നാമത്തിൽ സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്നു. അപ്പൊ ഇന്ന് ഏകാദശി ദിവസം കൂടുതൽ നാമജപത്തിനും പാരായണത്തിനും വേണ്ടി ചെലവാക്കുക. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് സത്സംഗം ഉണ്ട്. ഓണത്തിനെ കുറിച്ചും മഹാബലിക്ക് വാമനമൂർത്തി തന്ന അനുഗ്രഹത്തിനെ കുറിച്ചും ഭാഗവതത്തിന്റെ ഭാഗമാണ് ഇന്ന് വൈകുന്നേരം 8 മണിക്ക്. ഇനിയും ചില ദിവസങ്ങളിൽ തന്നെ കൃഷ്ണ ജയന്തി വരുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ഷേത്ര ഭക്തർക്കെല്ലാം വേണ്ടി പല പരിപാടികൾ ഇതിന്റെ സംഘാടകർ ആസൂത്രണം ചെയ്യുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ പ്രഭു, കൃഷ്ണ. സേവനങ്ങളുടെ കാര്യം പറഞ്ഞു പ്രഭു. എല്ലാ സേവനവും ഒരുപോലെ കാണാനായിട്ട് എന്താണ് പ്രഭു ഒരു വഴി? ചില സേവനം ഇഷ്ടം ഉണ്ടാവും, ചിലത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ എല്ലാം ഒരുപോലെ കാണാൻ എന്താണ് പ്രഭു? അതായത് സേവനങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതിനേക്കാളും എന്ത് സേവനം ചെയ്താൽ ഭഗവാന് ഇഷ്ടപ്പെടും എന്ന ചോദ്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്.
എനിക്ക് വന്നിട്ട് സേവനങ്ങളിലെ വെച്ച് വളരെ ഇഷ്ടമുള്ള സേവനം എന്ന് പറയുന്നത് പ്രസാദം കഴിക്കുക എന്നുള്ള സേവനമാണ്. പക്ഷേ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്ത് ചെയ്താൽ ഭഗവാൻ ഇഷ്ടപ്പെടും? അപ്പൊ ഭഗവാൻ പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സേവനം എന്ന് പറഞ്ഞാല് പ്രചരണം ചെയ്യുക. ഭഗവത്ഗീത ഭാഗവതം നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മളാൽ കഴിയുന്ന ഭഗവാന് വേണ്ടി എന്താ പൂക്കള് മാലകൾ ചെയ്യുക, വസ്ത്രം കൊടുക്കുക, ആ സാഹചര്യം അനുസരിച്ച് ഇത് എല്ലാം നല്ലതാണ്. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, മനസ്സ് ചില സമയം നമ്മളെ കബളിപ്പിക്കും. നമ്മുടെ കൂടെയുള്ള 8-10 പേരെല്ലാവരും തിരക്ക് പിടിച്ച് ക്ഷേത്രം വൃത്തിയാക്കുക, കാരണം നാളെ കൃഷ്ണ ജയന്തി, എല്ലാവരും വൃത്തിയാക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ആ പണിയിൽ ആ സേവനം ചെയ്യാൻ മടിച്ചിട്ട്, സേവനങ്ങളിൽ ഏറ്റവും ഉയർന്നത് കൃഷ്ണ ഭഗവാൻ നാമജപം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ജപമാല എടുത്ത് ജപിച്ചുകൊണ്ടിരിക്കും. മറ്റു 9 പേരും ക്ഷേത്രം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഏത് ശരി, സമയോചിതമായി ഏത് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് മനസ്സിലാക്കി മടിയില്ലാതെ, ആലസ്യം വ്യപനീയത് ഭക്തി സുലഭം, ഭക്തി വളരെ എളുപ്പമാണ്. എപ്പോ ആലസ്യം വ്യപനീ, മടി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഭക്തി എളുപ്പമാണ്. ഹരേ കൃഷ്ണ.